ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ദ നിയോ ട്യൂഷൻ. അപ്പൊ എന്തൊക്കെയാണ് എന്റെ മക്കളെ വിശേഷങ്ങള്? നമ്മുടെ 10th ബോർഡ് എക്സാം ഇങ്ങ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ എല്ലാവരും എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയോ? അപ്പൊ നമ്മൾ ഇന്നെന്ന് നോക്കുന്നത് 10th തന്നെ സോഷ്യലിലെ പ്രിന്റ് കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് നോക്കാം. അതെന്തായിരിക്കും? നമുക്കൊക്കെ ഇപ്പൊ ബുക്സ് ഒക്കെ വായിക്കാൻ അറിയാലോ. അപ്പൊ ഈ വായിക്കുന്നത് അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നതിനുള്ള റിവല്യൂഷൻസ് ഒക്കെ എവിടെ വന്നത്, അല്ലെങ്കിൽ അവരുടെ ഇൻവെൻഷൻ എവിടെയൊക്കെ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ പറയാൻ പറ്റും? ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് ഇൻവെൻഷൻ ചെയ്തതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നോക്കാം. അത് എന്തൊക്കെ വന്നു? ചേഞ്ച് പീപ്പിൾസ് ലൈഫ്സ് അല്ലെ? എന്താണ് ജനങ്ങളുടെ മധ്യത്തിൽ വന്നു? ഇന്ററാക്ടഡ് വിത്ത് ഇൻഫോർമേഷൻ ആൻഡ് നോളേജ്. അതിന്റെ ഫലമായിട്ട് എന്ത് വന്നു? ആസ് വെൽ ആസ് ദിയർ കണക്ഷൻ വിത്ത് ദിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതോറിറ്റീസ് വന്നു. അപ്പൊ അതാണ് നമുക്ക് ഫസ്റ്റ് പറയുന്നത്. അതുപോലെ പ്രിന്റിംഗ് ടെക്നോളജി ഒറിജിൻ ചെയ്തത് എവിടെയായിരുന്നു? ചൈന, ജപ്പാൻ ആൻഡ് കൊറിയ ബിഗാൻ ദ ഹാൻഡ് പ്രിന്റിംഗ് യൂസ്ഡ് ഇങ്ക്ഡ് വുഡ് ബ്ലോക്സ്. പണ്ട് കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു? ഈ വുഡ് ബ്ലോക്ക് സിസ്റ്റമായി, അതായത് നമ്മൾ അച്ചു കുത്താന്നൊക്കെ കേട്ടില്ലേ, സ്റ്റാമ്പ് അടിക്കാന്നൊക്കെ കേട്ടില്ലേ, അതുപോലത്തെ വുഡ് ബ്ലോക്ക് സിസ്റ്റം ആയിരുന്നു എന്ത് പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയുണ്ടായിരുന്നു? ഇനീഷ്യലി ഡോമിനേറ്റഡ് ബൈ ദ ഇന്റീരിയർ സ്റ്റേറ്റ് ഫോഴ്സ് സിവിൽ സർവീസ് എക്സാമിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എന്ത് പറയാം? വെസ്റ്റേൺ പ്രിന്റിംഗ് ടെക്നിക്സ് arrived in the late 19th century, leading to a shift from hand printing to mechanical printing. അങ്ങനെ വന്നു. ഹാൻഡ് പ്രിന്റിംഗിൽ നിന്നും മെക്കാനിക്കൽ പ്രിന്റിംഗിലോട്ട് വന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ഇനി എന്താ നമ്മൾ പറയുന്നത്? പ്രിന്റ് ഇൻ ജപ്പാൻ. ആരായിരുന്നു ജപ്പാനിൽ പ്രിന്റിംഗ് ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ബുദ്ധിസ്റ്റ് മിഷണറീസ് ആയിരുന്നു എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഹാൻഡ് പ്രിന്റിംഗ് സിസ്റ്റം ഇൻ ജപ്പാൻ അറൌണ്ട് എ ഡി എത്ര വർഷത്തിലായിരുന്നു? 768 to 770 എന്ത് ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്കായ ഡയമണ്ട് സൂത്രയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം MCQൽ വരുതാം. ദ ഓൾഡസ്റ്റ് പ്രിന്റിംഗ് ബുക്സ് അതേതായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? ഡയമണ്ട് സൂത്ര. ഓക്കെ, അതെന്നാ വർഷം? AD 868. പിന്നെന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? വിഷ്വൽ പ്രിന്റിംഗ് എങ്ങനെ വന്നു? എക്സ്പാൻഡഡ് ടു ടെക്സ്റ്റൈൽസ്, പ്ലേയിങ് കാർഡ്സ് ആൻഡ് മണി. പിന്നെ എന്താ പറയാൻ പറ്റും? ലേറ്റ് 18th സെഞ്ചുറി ആയപ്പോ എന്ത് വന്നു? ഇഡോ, അതായത് ടോക്കിയോ അല്ലെ? ഇല്ലുസ്ട്രേറ്റഡ് കളക്ഷൻ റിഫ്ലക്ടിംഗ് ടു അർബൻ കളക്ചർ അല്ലെ? അർബൻ കൾച്ചർ. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? പ്രിന്റിംഗ് ജപ്പാൻസ്, അതായത് ബുദ്ധിസ്റ്റ് മിഷണറീസ് ആയിരുന്നു. ചൈനയിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഹാൻഡ് പ്രിന്റിംഗ് ടെക്നോളജി ആയിരുന്നു. അതിന്റെ ഫലമായിട്ട് ജപ്പാനിലോട്ട് വന്നു. അതിന്റെ ഫസ്റ്റ് ഓൾഡസ്റ്റ് ജപ്പാനീസ് ബുക്ക് ഏതാണ് എന്റെ മക്കളെ? യെസ്, വെരി ഗുഡ്, ബുദ്ധിസ്റ്റ് ഡയമണ്ട് സൂത്ര അല്ലെ? അതെന്താണ് കണ്ടെയ്ൻ ചെയ്തത്? 6 ഷീറ്റ്സ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് വുഡ് കട്ട് ഇല്ലുസ്ട്രേഷൻസ്. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ എന്താ പറയുന്നത്? പ്രിന്റ് കംസ് ടു യൂറോപ്പ്. യൂറോപ്പിൽ വന്ന പ്രിന്റിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെന്തായിരുന്നു? ഇൻട്രൊഡക്ഷൻ ഓഫ് വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് സിസ്റ്റം അല്ലെ? ആദ്യം ഒരു വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞു. ആരായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ട്? മാർക്കോ പോളോ. മാർക്കോ പോളോ എന്നുള്ള വ്യക്തിനെ കേൾക്കാത്തവരുണ്ടായിരിക്കില്ല. ഹിസ് ഫേമസ് ട്രാവലർ അല്ലെ? അദ്ദേഹം 1295 എന്തായിരുന്നത്? ചൈനയിൽ ട്രാവലിന് ശേഷം എന്ത് ചെയ്തു? മാർക്കോ പോളോ റിട്ടേൺ ടു ഇറ്റലി ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് സിസ്റ്റം. ഓക്കെ, അവിടെ എന്ത് ഇൻവെൻഷൻ വന്നു? അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ഇൻട്രൊഡക്ഷൻ ഓഫ് വുഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ഇൻ 1295. After his travel in China, Marco Polo returned to Italy and introduced the concept of wood block printing. This invention led to production of books in Italy. അല്ലെ? അതിന്റെ ഫലമായിട്ട് എന്ത് വന്നു? Eventually spread throughout Europe. അതിന്റെ ഫലമായിട്ട് യൂറോപ്പിലോട്ടും എന്ത് വന്നു? പ്രിന്റിംഗ് സിസ്റ്റം വന്നു അല്ലെ? അങ്ങനെ എന്താണ് ബുക്ക് പ്രൊഡക്ഷനിലോട്ട് വന്നു. അതായത് ഇനീഷ്യലി ലക്ഷറിയസ് എഡിഷൻസ് വന്നു. അതായത് ഹാൻഡ് റിട്ടൺ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിരുന്നു അല്ലെ? വെള്ളം വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. പാവപ്പെട്ടവർക്കൊന്നും താങ്ങില്ലായിരുന്നു. അതായത് റിച്ച് ഫാമിലി ഉള്ളവർക്കൊക്കെ എന്തായിരിക്കും പറ്റൂ. അതായത് എന്താണ് ഹാൻഡ് റിട്ടൺ പ്രിന്റിംഗ് അല്ലേ? പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ഇൻവെൻഷൻ ഓഫ് ദ പ്രിന്റിംഗ് പ്രസ് ആണ്. അതായത് യൂറോപ്പിലോട്ട് വന്ന പ്രിന്റിംഗ് പ്രസ് ആണ്. അതായത് സിൽക്ക്, സ്പൈസസ് ഫ്രം ചൈന റീച്ച്ഡ് യൂറോപ്പ് വിയ സിൽക്ക് റൂട്ട്. അങ്ങനെയാണ് എന്ത് യൂറോപ്പിലോട്ട് പ്രിന്റിംഗ് പ്രസ് സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് പറയാൻ ആരായിരുന്നു ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഏതാന്ന് അറിയണ്ടേ നമുക്ക്? ഗുട്ടൻബർഗ് ആയിരുന്നു. ആരാണ് ഗുട്ടൻബർഗ്? ദ സൺ ഓഫ് മെർച്ചന്റ്. അദ്ദേഹമാണ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? പ്രിന്റിംഗ് പ്രസ് എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആരായിരുന്നു? സൺ ഓഫ് മെർച്ചന്റ് ആയിരുന്നു. അദ്ദേഹം എന്ത് വന്നു? അഡാപ്റ്റഡ് വൈൻ ആൻഡ് ഒലിവ് പ്രസ്സസ് ടു ക്രിയേറ്റ് ദ പ്രിന്റിംഗ് പ്രസ് അല്ലെ?
അദ്ദേഹം എന്ത് ചെയ്തു? ഫസ്റ്റ്ലി പ്രസ് ചെയ്തത് എന്തായിരുന്നു? 1448 ഗുട്ടൻബർഗ് എന്ത് കൊണ്ടുവന്നു? പ്രിന്റിംഗ് പ്രസ്സിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ബൈബിൾ പ്രിന്റ് ചെയ്തു. എത്ര കോപ്പി? 180 കോപ്പീസ് 3 വർഷം എടുത്തിട്ടാണ് അദ്ദേഹം എന്ത് പ്രിന്റ് ചെയ്തത്. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ സമയം എടുക്കും അല്ലെ? ഇപ്പോഴെന്താ, നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, എത്ര സൈസ് വേണം, എത്ര കോപ്പീസ് വേണം, അതൊന്നും സമയം എടുക്കുന്നില്ലല്ലോ, ഇല്ല. പക്ഷേ പണ്ട് കാലങ്ങളിൽ 1448 എന്താണ് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ പ്രിന്റിംഗ് എവല്യൂഷൻസ് വന്നപ്പോ എന്ത് വന്നു? 150 കോപ്പി എടുക്കാൻ തന്നെ എത്ര വർഷം എടുത്തു? 3 വർഷം എടുത്തു എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ വന്നു, അതായത് ഹാൻഡ് പ്രിന്റിംഗ് ടെക്നോളജിയിൽ നിന്നും മെക്കാനിക്കൽ പ്രിന്റിംഗ് സിസ്റ്റത്തിലോട്ട് വന്നപ്പോൾ അവിടെ വന്നു ഭയങ്കരമായിട്ട് റെവല്യൂഷൻസ് വന്നു അല്ലെ? The shift from hand printing to mechanical printing marked the print revolution. എന്തായിരുന്നു? With millions of copying flooding European markets. അതിന്റെ ഫലമായിട്ട് എന്ത് വന്നു? പ്രിന്റിംഗ് റെവല്യൂഷൻസ് വന്നതോടുകൂടി ഭയങ്കരമായിട്ട് കോപ്പീസ് എടുക്കാനൊക്കെ തുടങ്ങി. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ എന്താ, ഈ ചാപ്റ്ററിന്റെ കുറച്ചു ഭാഗം നമ്മൾ നോക്കിയിട്ടുള്ളൂ. അപ്പൊ നിൽക്കുമ്പോ നമ്മൾ പറഞ്ഞു മാർക്കോ പോളോ പറഞ്ഞു, ഗുട്ടൻബർഗ് പറഞ്ഞു അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിന്റിംഗ് റെവല്യൂഷൻസും അതിന്റെ ഇമ്പാക്റ്റും നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും നമ്മൾ പഠിച്ചത് എന്റെ മക്കളെ എന്ത് ചെയ്യാം, ഒന്നും കൂടെ നന്നായിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ ബൈ, താങ്ക് യു.